യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് ഞാൻ അച്ഛമ്മയോടൊപ്പം പോയിന്നേ ഉള്ളൂ. ഞാൻ മുറിയിലേക്കാ, മോൾ അങ്ങോട്ടേക്കല്ലേ? എടോ താനേ എനിക്ക് വേണ്ടി തൊഴുതിട്ട് വന്നാ മതി. ചെല്ല്. വാ മോളെ, വാ. പൂജ മോളെ, ഇതേത് തള്ള? എന്റെ മോക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? ചെലപ്പോ പെട്ടെന്ന് മനസ്സിലായി കാണില്ല. മോൾ എന്ത് വിട്ടിതരായി പറയുന്നേ? മോക്ക് എന്നെ മനസ്സിലായില്ലെന്നോ? ആണോ മോളെ? ഇവരാരുടെ ചേച്ചിയായിരിക്കും? അതല്ല കനകെ, പൂജമോക്കെ ആക്സിഡന്റിന് ശേഷം ചില സമയത്ത് ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. ഈ വീട്ടിൽ വന്നു കയറിയപ്പോ ആദ്യമായിട്ട് വെച്ചുണ്ടാക്കി വിളമ്പിയത് ഞാനാ. അതെ, കനകെ എനിക്ക് മനസ്സിലാവാതിരിക്കും എന്റെ കനകെ. കനകയോ? അയ്യോ ദൈവമേ, ഇവരെ പേര് വിളിച്ചത് പ്രശ്നമായോ? കനകേച്ചിയെ പേര് വിളിക്കുന്നത് അമ്മ മാത്രമല്ലേ മോളെ? എന്റെ കുട്ടി എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. അതുപോലെ അയ്യോ, അത് ഞാൻ മനഃപൂർവ്വം വിളിച്ചതല്ല. ഫ്ലോയിൽ പറഞ്ഞപ്പോ അങ്ങ് വന്നുപോയതാ. അപകടത്തിന് ശേഷം പൂജമോൾക്ക് എന്തോ ചെറിയ പ്രശ്നം ഉള്ളതുപോലെ ഉണ്ട് അല്ലമ്മേ? അത് ശരിയായിക്കോളും. മധു ഇനി അവളെ ഒന്നും പറഞ്ഞു വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. മോളെ, അവിടുന്ന് കുറിയെടുത്തേ ഇവന് തൊട്ടുകൊടുത്തേ. കുറിയോ? എന്നിട്ട് ഇവനെ കൊണ്ട് മുറിയിലോട്ട് പോയിക്കോ മോളെ. മുറിയിലേക്ക് പോവാം. ഇനി മുറി ഏതാണാവോ? ഏതെങ്കിലും ഒരു മുറിയിലേക്ക് പോവാം. മുറിയിലേക്ക് അർജുനെ എടുത്തോണ്ട് പോണ്ടി വരില്ലേ? അയ്യോ, അത് ഞാൻ തന്നെ ചെയ്യണോ? തൽക്കാലം താഴത്തെ മുറി കിടക്കട്ടെ. നടക്കാറാവുമ്പോ മേളിലേക്ക് കൊണ്ടുപോവാ. അതാ നല്ലത്. മോളെ, അരുണിമയുടെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോ. ഇനി ആ മുറി കണ്ടുപിടിക്കണമല്ലോ എന്റെ പടച്ചോനെ. ഞാനും വരാം. രക്ഷപ്പെട്ടു. എന്താ ചായ പതിവില്ലാതെ? എന്തിനാ ഞാൻ വന്നതെന്ന് സാറിന് അറിയാമല്ലോ. അച്ഛനകത്തേക്ക്
സാറാ കുഞ്ഞിനെ കണ്ടുപിടിച്ചായിരുന്നോ? അലക്സ ചായൻ പണ്ടേ കിട്ടിയ കാശിന് വിറ്റ് തുളച്ചല്ലേ കരുതി. പിന്നെ അതിനെക്കുറിച്ച് ഇപ്പൊ അന്വേഷിക്കുന്നതിനാ? ചോദിച്ചതിന് ഉത്തരം പറയണം സാറേ. അവളുടെ പേരിലാണ് അച്ഛൻ സ്വത്തുക്കൾ എഴുതി വെച്ചതെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചല്ലേ പറ്റുക ചായ. എന്നിട്ടാ കുഞ്ഞെവിടെ? അയ്യോ, അവളിപ്പോ കുഞ്ഞൊന്നുമല്ല, വലിയ പെണ്ണായി കഴിഞ്ഞു. സാർ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അല്ല ചായ, അതൊക്കെ ഇപ്പൊ എന്തിനാ അച്ചായൻ അറിയുന്നേ? പറ സാറേ. ആധാരത്തിൽ ഒപ്പിടിപ്പിക്കാൻ മാത്രമല്ല ഞാൻ അവളെ കണ്ടുപിടിക്കാൻ നോക്കിയത്. എനിക്ക് അവളെ കൊണ്ട് വേറെയും ചില ആവശ്യങ്ങളുണ്ട്. എന്നാലേ അവളെ തേടി അവളുടെ അമ്മ നടപ്പുണ്ട്. സാറത് മറക്കണ്ട. അഞ്ജനയോ? സാറിന് ആ പെങ്ങളല്ലേ ഉള്ളൂ. കുറെ ദിവസം മുമ്പ് എന്നെ അന്വേഷിച്ച് വന്നിരുന്നു. അന്ന് ഒരു വിധത്തിലാ ഞാൻ പറഞ്ഞയച്ചത്. ഇന്നലെ വീണ്ടും വന്നു. എന്താ അവളുടെ ആവശ്യം? അവൾക്ക് ആ കുഞ്ഞിനെ കാണണം. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പറ സാറേ, എവിടെയാ ആ കുട്ടിയുള്ളത്? എടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ, എനിക്ക് അവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ പൊന്നച്ചായ, ഞാൻ സത്യം പറയുന്നേ. സാറ് പറയുന്നത് സത്യമല്ലെന്ന് സാറിന്റെ മുഖത്തുനിന്നറിയാം. പക്ഷെ സാറിന്റെ പെങ്ങൾ ആ കുട്ടിയെ കണ്ടുപിടിച്ചേ അടങ്ങും, അതുറപ്പാ. എടോ, തനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ, അതോടെ കാര്യം തീർന്നില്ലേ? അങ്ങനെയല്ല സാറേ. ആ കുട്ടിയെ കണ്ടുപിടിച്ച് അതിന്റെ അമ്മയെ ഏൽപ്പിക്കണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്തുവാടോ ഇത്? തനിക്ക് തലയ്ക്ക് സുഖമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? സാറിന്റെ വാക്ക് കേട്ട് ആ കുട്ടിയെ ഇല്ലാതാക്കാനും സാറിന്റെ അച്ഛന്റെ വാക്ക് കേട്ട് അതിനെ കളയാതിരിക്കാനും തോന്നിയ സമയം മുതൽ ആരംഭിച്ചതാ എന്റെ കഷ്ടകാലം. ഇപ്പൊ മനസ്സമാധാനവും പോയി. ആ കുട്ടിയെ സാറിന്റെ സഹോദരിക്ക് തിരിച്ചേൽപ്പിച്ചാൽ എന്റെ മനസ്സിന് അത്രയെങ്കിലും ആശ്വാസം കിട്ടും. അങ്ങനെ ഇപ്പൊ താൻ ആശ്വസിക്കണ്ടോ അച്ചായ? സത്യം പറ ഹേമേന്ദ്രൻ സാറേ, താൻ അതിനെ എന്തെങ്കിലും ചെയ്തോ? താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? ഞാൻ ആ കുട്ടി എന്ത് ചെയ്യാനാ? എനിക്കറിയാവല്ലോ തന്റെ സ്വഭാവം. കൊന്നുകളയാനും താൻ മടിക്കില്ല. ഒന്നുമല്ലെങ്കിൽ എന്റെ പെങ്ങള് പ്രസവിച്ചാലോ. തൽക്കാലം ഞാൻ അതിനെ കൊന്നിട്ടൊന്നുമില്ല. എന്നുവെച്ചാ കുട്ടിയെ അകത്തെ കട്ടിലേക്ക് കിടത്തിക്കോ. വരൂ. പൂജേ, മോളെ അരുണിമേ, ആക്സിഡന്റ് പറ്റി കാട്ടിൽ നിന്നും പൂജമോളെ കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അതെ. അവിടെ വെച്ച് ഇനി വല്ല ബാധയോ മറ്റോ? എന്താ അമ്മേ ഇക്കാലത്തോ? ദുഷ്ടമൂർത്തികൾക്ക് അങ്ങനെ കാലവും സമയം ഉണ്ടോ മോളെ? തള്ള ഏതായാലും ഒരു വഴി തുറന്നു തന്നു. ഇനി ആ വഴിക്ക് തന്നെ അങ്ങോട്ട് പോയാലോ? വാ, പിടിക്ക്, എണ്ണീക്ക്. ആ, വാ, പതുക്കെ വാ. വാ. ആ. ആഹാ ചേച്ചി, എവിടെ അർജുനന്റെ പൂജ? ചേച്ചി എവിടെ? പൂജമോൾ അകത്തുണ്ട്. രാവിലെ അച്ഛമ്മയും അമ്മയും കൂടെ സ്വാമിജിയെ കാണാൻ പോയി. അവിടെ വെച്ച് തല ചുറ്റി വീണത്രേ. എനിക്കറിയില്ല മോനെ. പാവം, ആ അപകടത്തിന് ശേഷം പൂജമോക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. എന്നുവെച്ചാ എന്താ പറയുക, ഈ FM റേഡിയോ വെക്കുന്ന സമയത്ത് ചില സമയത്ത് സിഗ്നൽ കിട്ടാതെ പോവില്ലേ, അതുപോലെ ചില സമയത്ത് സിഗ്നൽ കിട്ടാതെ പോകുന്ന പോലെയാ പെരുമാറ്റം. അത്രേ ഉള്ളൂ. അതൊക്കെ കനകേച്ചിക്ക് വെറുതെ തോന്നിയാ. ആർക്ക് സിഗ്നൽ കിട്ടിയില്ലെങ്കിലും പൂജേച്ചിക്ക് കൃത്യസമയത്ത് സിഗ്നൽ കിട്ടും, ഒരു സംശയം വേണ്ട. അങ്ങനെ തന്നെ ആവട്ടെ മോനെ. പൂജമ്മക്ക് ഒരു കാലത്ത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ, നിങ്ങൾ അകത്തേക്ക് വാ, ഞാൻ കുടിക്കാൻ എടുക്കാം. വാ. കനകേച്ചി, നാരങ്ങ മതിയേ. ഞാനേ അർജുന ഉണ്ടോന്ന് കണ്ടിട്ട് വരാം. ഓ, നോക്കസിനെ ആരാ വന്നേന്ന്? ഇതായിരിക്കും അർജുൻ ഉണ്ടെന്ന് പറഞ്ഞ അനിയൻ. അഖിൽ, ഈ പെണ്ണ് ഭാര്യയും.
എന്തുകൊണ്ട് പൂജേച്ചി വിശേഷം? സുഖം അഖിലേ. നിനക്കും ഭാര്യയ്ക്കും സുഖം തന്നെയല്ലേ? ആ, നമ്മളങ്ങനെ പോകുന്നു. അല്ല, ചേച്ചിയുടെ ശബ്ദത്തിന് എന്ത് പറ്റി? അതെ, ഞാനും ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. അതിപ്പോ ഇങ്ങനെയാ. കാരണം ആക്സിഡന്റിലെ കഴുത്തിൽ എന്തോ കുരുങ്ങി. വോക്കൽ കോഡിന് എന്തോ വന്നു എന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞേ. ഭാഗ്യം, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, ഞാനും അത്രേ വിചാരിക്കുന്നുള്ളൂ. ചേച്ചി വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ. അഖില ഇങ്ങോട്ടാ. എന്താ സ്നേഹ? അതെ, ഇത് ഞങ്ങൾ പെണ്ണുങ്ങൾക്കിടയിൽ മാത്രം സംസാരിക്കാനുള്ളതാ. അഖില ചെല്ല്. ഓ, ശരി ആയിക്കോട്ടെ. ഞങ്ങൾ ആണുങ്ങൾക്കിടയിൽ മാത്രമുള്ള ചില വർത്താനങ്ങൾ സംസാരിച്ചിട്ട് വരാം അർജുനന്റെ അടുത്ത്, കേട്ടാ? ശരി, ചെല്ല്. ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു? വിശദമായിട്ട് പറ. എന്ത് അപകടത്തെ പറ്റി ഞാൻ എന്ത് പറയാനാ സ്നേഹ? ഞങ്ങൾ പോയപ്പോ ലോറി വന്നിടിച്ചു, അത്ര എനിക്കറിയൂ. അതിനാർക്കും അപകടത്തെ കുറിച്ച് അറിയേണ്ടത്? ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്തിനാ ഓർക്കുന്നത്? ഞാൻ ചോദിച്ചതേ ഹണിമൂൺ എങ്ങനെ ഉണ്ടായിരുന്നെന്നാ. പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്റെ ദൈവമേ. പറ പൂജേച്ചി, എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് കാലം കാത്തിരുന്ന് പോയതല്ലേ, അടിച്ചു പൊളിച്ചു രണ്ടാളും കൂടി. തനിക്ക് എന്തൊക്കെയായി അറിയേണ്ടത്? ഇതൊക്കെയാണോ ഈ പ്രായത്തിൽ മുതിർന്നവരോട് ചോദിക്കുന്നേ? പൂജേച്ചി, നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെയല്ലേ? എന്നുവെച്ചാ എന്തും ചോദിക്കാനാണോ? മറ്റൊരാളുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണോ സൗഹൃദം വേണ്ടത്? അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എങ്ങനെ ഉദ്ദേശിച്ചാലും എന്നോട് അതൊന്നും ചോദിക്കണ്ട. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, കേട്ടല്ലോ? പൂജേച്ചി ഓടി. അല്ല, ഏട്ടൻ പറയുന്നത് പോലൊന്നും എനിക്ക് പൂജേച്ചി കണ്ടപ്പോ തോന്നിയില്ലല്ലോ. ഓടാ, ചില സമയത്ത് അവള് പെട്ടെന്ന് ബ്ലാങ്കായി പോവും. കുറച്ചു നേരം നമ്മുടെ ഒന്നും കൂടെ അല്ലാത്തതുപോലെ. പിന്നെ മറ്റു ചിലപ്പോ ചില കാര്യങ്ങളൊന്നും ഒട്ടും ഓർമ്മയില്ലാത്ത പോലെ. ആക്സിഡന്റിന് ശേഷം ചേച്ചി ആശുപത്രി വെച്ചല്ലേ കണ്ണു തുറന്നത്? അതെ. എന്താ? അല്ല, അപ്പോ അതിനു മുന്നേ സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതെ അത്രയും ദിവസം ചേച്ചി എവിടെയായിരുന്നു? അത് നമുക്ക് അറിയാനൊരു വഴിയില്ലല്ലോ. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരെ കുറിച്ച് ഒരു വിവരവും നമ്മുടെ കയ്യിലില്ല. ആ ആശുപത്രിയിലും ഇല്ല. വേറെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാ, എന്നെ ആശുപത്രിയിൽ എത്തിച്ചവർ ആ കാറിലോ പരിസരത്തോ പൂജയെ കണ്ടില്ല എന്നുള്ളതാ. ഇടിയുടെ ആഘാതത്തിൽ പൂജേച്ചി ചിലപ്പോ ആദ്യമേ തെറിച്ച് വീണിട്ടുണ്ടായിരിക്കും. അപ്പോഴോ? അത് ശരിയാ. ആ ഒരു സാധ്യതയാണ് SP കിരണം പറയുന്നത്. ചേട്ടാ, ഈ ആക്സിഡന്റ് പുറകിലെ കമ്മീഷണർ തന്നെയാണ് ചേട്ടൻ ഉറപ്പുണ്ടോ? എന്താ സംശയം? കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരേ പാറ്റേൺ തന്നെ അയാൾ ആവർത്തിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് മാത്രം ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. എടാ, ആക്സിഡന്റിന് മുമ്പുള്ള ദിവസങ്ങളിൽ അയാളുടെ മൂവ്മെന്റുകൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് കിരൺ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പൂജയുടെ മനസ്സിലിപ്പോ ഒരു മോഡലുണ്ട്. അത് മാറി കാര്യങ്ങൾ തെളിയുന്നതോടെ എല്ലാം വ്യക്തമാവും. ഏട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ? ഈ പൂജേച്ചിയുടെ മനസ്സിലിപ്പോ ഒരു മോഡലുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞില്ലേ? അതിന്റെ കാരണക്കാരൻ ആ കമ്മീഷണർ ആണെങ്കിലോ? മനസ്സിലായില്ലേ? അതായത് ഈ പൂജേച്ചിയെ സംഭവ സ്ഥലത്തുനിന്ന് ആദ്യം മാറ്റിയത് ഒരുപക്ഷെ അയാളാണെങ്കിലോ? അതിനുശേഷം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ചോ മറ്റോ ഓർമ്മയ്ക്കല്ലോ കുഴപ്പം പറ്റിയതാണെങ്കിലോ? പോടാ, വീട്ടിൽ തന്നെ പറയല്ലേ. എടാ, അങ്ങനെയാണെങ്കിൽ അയാൾ പൂജ തിരിച്ചിങ്ങോട്ട് അയക്കാതിരിക്കാനല്ലോ നോക്കൂ. ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ പൂജയെ സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരുന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. അന്ന് അയാൾക്കെതിരെ മൊഴി കൊടുക്കാവുന്ന ഒരാളെ അയാൾ വെറുതെ പറഞ്ഞയക്കൂ? ഇതൊന്നുമല്ല. പൂജയ്ക്ക് ആ വീഴ്ചയിൽ സാരമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. പൂജ, പതുക്കെ. ഓ, നടക്ക് നടക്ക്. വാ വാ വാ. ഇരുന്നോ വേഗം.
ട്രോളി വേ. അത് ശരി, താനെടുത്ത് കഴിച്ചോ? എനിക്ക് നല്ല വിശപ്പ് തോന്നി. അയ്യോ മോളെ, അത് അർജുന് വെച്ച ഭക്ഷണമായിരുന്നു. എന്താ എനിക്ക് ഇറങ്ങൂലേ? പൂജയ്ക്ക് നല്ല വിശപ്പായിരുന്നു അത്രേ. കഴിച്ചോട്ടെ അമ്മേ. അതെ മോളെ, അതെ ഇത് അവന് പ്രത്യേകമായിട്ട് എടുത്തതാ. മോക്ക് വേണമെങ്കിൽ അമ്മ എടുത്തോണ്ട് വരാം. വേണ്ട, ഞാൻ അവിടെ ഒന്ന് കഴിച്ചോളാം. എന്നാ പിന്നെ ഇതങ്ങ് അവന് കൊടുത്തേക്ക്. ഞാൻ വേറെ എടുത്തിട്ട് വരാം. വേണ്ടടോ, ഇത് മതി. ഇത് എച്ചിലായി. താൻ ഇത്തിരി കഴിച്ചെന്നല്ലേ ഉള്ളൂ, സാരമില്ല. ഇത് നമുക്ക് രണ്ടുപേർ കൂടെ കഴിക്കാം. എന്നും തരുന്ന പോലെ താൻ ഉരുളി ഉരുട്ടിത്താ, എനിക്കത് മതി. ഇവര് പരസ്പരം ഉരുള ഉരുട്ടി കൊടുത്താണോ ഭക്ഷണം കഴിച്ചിരുന്നേ? അയ്യേ, എന്തൊരു ഒലിപ്പീരത്. ഇങ്ങനെയാണോ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ? എന്തൊരു ജന്മങ്ങളാ ഇവരൊക്കെ. കഴിക്ക്. മൂപ്പാ, എത്ര നാളെന്ന് വിചാരിച്ചാ നമ്മൾ ഈ കുട്ടി ഈ വീട്ടിൽ കിടത്തി ഇങ്ങനെ ചികിത്സിക്കുന്നത്? മരുന്നുകൾ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പനിയാണ് വിട്ടുമാറാത്തത്. സംസാരം അങ്ങോട്ട് ശരിയായി വരുന്നില്ല. എന്നാ സ്വപ്നം കണ്ട അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അതിനർത്ഥം സംസാരശേഷി മുഴുവനായി നഷ്ടപ്പെട്ടിട്ടില്ലെന്നാ. വേറെന്തോ കാരണമാണ് ശബ്ദം വരാത്തതിന് പിന്നിൽ. അതൊക്കെ കണ്ടുപിടിക്കാൻ ആശുപത്രിയിലേക്ക് മാറ്റുന്നതല്ലേ നല്ലത്. വല്ല ഫോറസ്റ്റുകാരും അറിഞ്ഞു വന്നാ നമുക്കല്ലേ കുറ്റം. ഞാൻ ആ കുട്ടിയെ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുന്നതല്ല. ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ ആ കുട്ടിയെ കാട് കടത്താൻ അത്ര എളുപ്പമല്ല. പിന്നെ ഫോറസ്റ്റുകാർ അറിഞ്ഞു വന്നാ നല്ലത് തന്നെ. ജയിപ്പ് കയറ്റിക്കൊണ്ടുപോവാമല്ലോ. അപ്പാ, എന്താ മോളെ? റാണി ഉണർന്നു. റാണിയോ? പേരറിയാത്തോണ്ട് ആ കുട്ടിയെ ഞാൻ റാണിന്ന് വിളിച്ചു. നീ ആ കൊച്ചിന് പേര് വിട്ടോ മോളെ? കാണുമ്പോ മഹാറാണിയെ പോലുള്ള ഒരു കൊച്ചല്ലേ അപ്പ, അതുകൊണ്ടാ റാണിയും തന്നെ വിളിച്ചത്. എങ്ങനെയുണ്ട് ഇപ്പൊ ആ കുട്ടിക്ക്? പനി മാറിയിട്ടില്ല അപ്പ. മൂപ്പ, നമുക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാം. അതാകുമ്പോ പത്രക്കാരറിഞ്ഞ് വീട്ടുകാർ വന്ന് അതിനെ കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ ഇങ്ങനെ കിടത്തി എന്തെങ്കിലും സംഭവിച്ചാ നാളെ താൻ വേറെ 1-2 ആൾക്കാരെ കൂട്ടി വാ. നമുക്ക് രാവിലെ പുറപ്പെടാം. എന്നാലേ വൈകിട്ടാകുമ്പോഴേക്ക് കാട് കിടക്കാൻ പറ്റൂ. ഞാൻ ആ കുട്ടി ഒന്ന് നോക്കട്ടെ. നടക്കുമോളെ. എന്തൊക്കെയാ ഇവള് ചെയ്യുന്നത്? അപകടം കഴിഞ്ഞതോടെ ഇവളുടെ റിലേ പോയോ?
ഇതെന്തിരിപ്പ പൂജ ഇത്? അയ്യേ. ഛെ. വേണോ? പേടിക്കണ്ട ആന്റി, വെറും സുപാരിയാ, നല്ലതാ. വേണ്ട. ആ പൂജമോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. വാ. പോട്ടെ. ആ. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതെന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ലല്ലോ. എന്താ വേണ ചേച്ചി? ആ അയ്യോ, ഹായ് മാങ്ങ കളർ. നല്ല മധുരം തന്നെ ചേച്ചി. ഒരു കാര്യം ചെയ്യും, ജ്യൂസ് അടിച്ചാ. ഇങ്ങനെ കഴിക്കുന്നതിലും എനിക്കിഷ്ടം അതാ. എന്റെ മോളെ, ഇത് കറിമാമ്പഴവാ. എന്നുവെച്ചാ മോള് വെക്കുന്ന പുളിശ്ശേരിയെ മഹേശ്വരിയമ്മയ്ക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. ഇന്ന് ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കണോന്നും പറഞ്ഞ്. അയ്യോ, തള്ളയുടെ പൂതി കൊള്ളാലോ. ഞാൻ വരട്ടെ. ശരി, നിക്ക്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ കയറണം. ഏയ്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. എടി, നിനക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, പൂജ ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നു എന്നുള്ള കാര്യം. നീ തിരിച്ചു ചെല്ലുമ്പോൾ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കും. അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മതി, അതിനുള്ള തെളിവാ ആ കുറി. ചെല്ല്. നീ എന്താ മോളെ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മേ, ഞാനേ അമ്പലത്തിൽ പോയതാ. ആ, വീടിന്റെ ഉള്ളിലെ മുറി ഏതാണെന്നൊക്കെ മനസ്സിലാവാത്ത ആൾക്ക് ഇപ്പൊ അമ്പലം എവിടെയാന്നൊക്കെ മനസ്സിലായി തുടങ്ങി. എന്താ മധു, അത് നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോള് വാ. അല്ല, എന്നിട്ട് അമ്പലത്തിലെ പ്രസാദം എവിടെ? അത് ഞാൻ വാങ്ങിയില്ല ആന്റി. അത് ശരി, അമ്പലത്തിൽ പോകാൻ മറന്നില്ല, പക്ഷെ പ്രസാദം വാങ്ങാൻ മറന്നു. പൂജയുടെ കാര്യം കൊള്ളാലോ. ഇനി അത് വിചാരണ വേണ്ട. അടുത്ത തവണ പോകുമ്പോ പ്രസാദം കൊണ്ടുവരണം കേട്ടോ മോളെ. മോള് വാ. വാ. എന്തുപറ്റി? വല്ലാത്ത ചൂടിലാണല്ലോ. ഇതേ നിന്റെ അമ്മാവൻ കൊണ്ടുവന്ന് തന്നതാ. നല്ല സ്വയംഭ സാധനമാ. ഒടുക്കത്തൊരു കുടി. നീ കാണിക്കുന്നത്? അച്ഛൻ രാവിലെ മുതൽ കിട്ടുന്ന കള്ളം കുടിച്ച് ഇവിടെ ഇരുന്നോ. അവസാനം കടത്തിനോട്ട് മാറുമ്പോ മനസ്സിലായിക്കോളും. നീ എന്തൊക്കെയാണ് പറയുന്നത്? എടുത്തു കളഞ്ഞ കള്ളിന് പകരം അതേ ബ്രാൻഡ് സാധനം ആദ്യം നീ ഇവിടെ എത്തിക്കണം, എന്നിട്ട് നീ സംസാരിച്ചാ മതി. ഓ, എന്താടാ, എന്താ പ്രശ്നം? ഓ, ഇതിലും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. മതിയോ? നീ കാര്യം പറയും. അയാൾ നമ്മളെ ശരിക്കും പറ്റിക്കാടി. ആര്? വേറെ ആര്? നമ്മുടെ അമ്മാവൻ കമ്മീഷണർ ഹേമചന്ദ്രൻ. എന്നുവെച്ചാ അന്ന് അയാൾ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞിട്ട് പോയേ? ആ പെണ്ണിനെ അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല എന്നല്ലേ? അവളെ കിട്ടിയ ആധാരം ഒപ്പിട്ട് വാങ്ങാന്നു. അവളെ ഇന്ന് ഞാൻ കണ്ടു. ആരെ? വേറെ ആരെ? ആ ജാരസന്തതിയെ തന്നെ. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഞാൻ അമ്മാവന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു സംശയം തോന്നിയത് കൊണ്ടാ ഞാൻ അവിടെ വിട്ട് പോരാതെ കറങ്ങി നടന്നത്. ഇന്ന് രാവിലെ അവളങ്ങോട്ട് കയറിപ്പോന്ന് ഞാൻ കണ്ടു. വാതിൽ തുറന്ന് അമ്മാവൻ അവളെ അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നു. നീ ശരിക്കും കണ്ടതാണോ? ഞാൻ നേരിട്ട് കണ്ടതാ. അവളെ വിളിച്ച് അകത്തേക്ക് കയറ്റി
കുറെ സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. നിനക്ക് അങ്ങോട്ട് കയറിച്ചത് 4 വാക്ക് പറയാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളോട് മെക്കിട്ട് കയറുന്നതിന് വരാം, അതല്ലേ വേണ്ടിയിരുന്നത്. അങ്ങനെ വിചാരിച്ചതാ. പിന്നെ അയാളുമായിട്ട് ഉടക്കേണ്ടി വരും. അയാൾക്ക് വാശി കയറിയ ചിലപ്പോ കിട്ടാനുള്ളത് മുഴുവൻ പോയാലും തോന്നി. ആ ബുദ്ധി കാണിച്ചാൽ നന്നായി. അത് ബുദ്ധിയല്ല, മണ്ടത്തരമെന്നാ പറയണത്. നീ പറയുന്നു അവൻ രഹസ്യമായി അവളെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ടെന്ന്. നാളെ അവൻ ഇങ്ങോട്ട് വന്ന് പറയും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന്. നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അവൻ പറയുന്നത് വിശ്വസിക്കൂ. അപ്പോഴോ? അത് ശരിയാ, അമ്മ അങ്കിള് പറയുന്ന മാത്രമേ വിശ്വസിക്കൂ. എവിടെയുണ്ടവര്? അകത്തുണ്ട്. മാറിക്ക. ഓഹോ, ഫോട്ടോയും കെട്ടിപ്പിടിച്ചിരിപ്പാണല്ലേ. അത് നോക്കി ഒരുപാട് അങ്ങ് സങ്കടപ്പെടണ്ട. നിങ്ങളുടെ അവിഹിത സന്തതി ചത്തുപോട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പോലും കാണിച്ചു തരാതെ അവളെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ആങ്ങള തന്നെയാ. ഞാൻ കണ്ടു ഇന്ന് രാവിലെ അവളെ. അവൾ അങ്ങേരുടെ വീട്ടിൽ കയറി പോകുന്നത്. അവളെ ഞങ്ങളുടെ കണ്ണിപ്പെടാതെ മാറ്റി നിർത്തി ഇതെല്ലാം ഞങ്ങൾ ഇന്ന് തട്ടിയെടുക്കാനാണ് നിങ്ങളെ ആങ്ങളുടെയും പരിപാടിയെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കുന്നു വിചാരിക്കണ്ട. ആദ്യം ഞങ്ങൾ നിങ്ങളുടെ ജാരസന്തതി ഇല്ലാതാക്കും. അതിനുശേഷം നിങ്ങളുടെ ആങ്ങളെയും. പെറ്റ തള്ളയാണ് സത്യം. ഓ, അവരുടെ ഒരു പുത്രീ സ്നേഹം. അല്ല, എന്തായിരുന്നു ആ കഥ? കുടുങ്ങിയല്ലോ ദൈവമേ, എന്തു പറയും? പറഞ്ഞു കൊടുക്കും മോളെ. അതെ, അതെനിക്ക് ഓർമ്മയില്ല. അതൊരു വല്ലാത്ത മറവിയാണല്ലോ. സ്നേഹസദനത്തിൽ വെച്ച് നന്നേ ചെറുപ്പത്തിലെ കേട്ട് പഠിച്ചതല്ലേ, അത് അത്ര പെട്ടെന്ന് മറന്നുപോയോ? കളിയാക്കിയത് മതി മതി. അവൾക്ക് ഓർമ്മയില്ല. നിനക്ക് ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലിയെ കൊല്ലാൻ ശ്രീരാമൻ മറഞ്ഞിരുന്ന മരമാണ് കൊന്നയെന്നാണ് ഐതിഹ്യം. അതിന് നീ രാവണൻ കൊന്നെന്നാക്കി കളഞ്ഞല്ലോ. അതിനേക്കാൾ മനോഹരമായതേ പൂജമോള് ഗുരുവായൂരപ്പന്റെയും ഉണ്ണിയുടെയും കഥ പറഞ്ഞതാ. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നാ പറ കേക്കട്ടെ. അത് ഒരിക്കലും ഒരു ബ്രോ ഗുരുവായൂരപ്പൻ ഒരു മാല കൊടുത്ത കഥയല്ലേ? അതല്ലേ? എന്ത് ബ്രോയോ? അല്ല, മീൻസ് ഡിവോട്ടി, ഭക്തൻ. മോൾക്ക് ഓർമ്മയുണ്ടോ മോളെ ആ കഥ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. ശരിക്കും എനിക്കെന്തോ കുഴപ്പമുള്ളത് പോലെ. എന്തോ കുഴപ്പമുണ്ടല്ലോ, അത് ഉറപ്പല്ലേ? എടോ, തന്റെ ശബ്ദത്തിനും ഓർമ്മയ്ക്കും മാത്രമേ കുറച്ച് ചെറിയ പ്രോബ്ലം ഉള്ളൂ. വേറെ ഒരു തകരാറുമില്ല. പോരെ? പണ്ട് ഗുരുവായൂർ അമ്പലത്തില് കണ്ണന്റെ കൂട്ടുകാരനായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. എന്നും ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ കണ്ണൻ അവനോടൊപ്പം കളിക്കാൻ പോവും. ഒരിക്കൽ അങ്ങനെ പോയപ്പോ കണ്ണൻ അന്ന് ഒരു ഭക്തൻ വഴിപാടായിട്ട് ചാർത്തിയ മാല ആ കുട്ടിയുടെ കഴുത്തിൽ കണ്ടു. വൈകിട്ട് നട തുറന്ന പൂജാരി മാല കണ്ണന്റെ വിഗ്രഹത്തിൽ കണ്ടില്ല. നോക്കിയപ്പോ നാലമ്പലത്തിൽ കളിക്കുന്ന ഒരു കുട്ടിയുടെ കഴുത്തിൽ ആ മാല. അത് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് അവനെ എല്ലാവരും ചീത്ത പറയാനും അടിക്കാനും തുടങ്ങി. കരച്ചിലോടെ ശ്രീകോവിലേക്ക് നോക്കി ആ കുട്ടി പറഞ്ഞു, എന്റെ കണ്ണ, നീ എന്റെ കൂട്ടുകാരനല്ലേ?
നീ ഇത് എനിക്ക് തന്നതാണെന്ന് ഇവരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ മാല വേണ്ടാന്ന്. അവനത് അവിടെ നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ഉടനെ സ്വർണ്ണ നിറമുള്ള കണിക്കൊന്ന പൂവായി മാറി. അപ്പോ ഭഗവാന്റെ അശരീരി അവിടെ കേട്ടു. ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച എന്നെ കണി കാണുന്നവർക്ക് എന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുന്നു. ഇതായിരുന്നു മോളെ ആ കഥ.